ഇജ്തഹദ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖബ്ല മൗതിഹി ഇജ്തിഹാദൻ ശദീദൻ. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് ഇബാദത്തിന്റെ കാര്യത്തിൽ മത്സരിക്കാൻ തുടങ്ങി, നല്ല ആവേശത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ഫഖീല ലഹു, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, ലോ അംസക്ത ഔ റഫഖ്ത ബിനഫ്സിക ബഅദ റിഫ്ഖ്, താങ്കൾ കുറച്ച് സൗമ്യത കാണിച്ചിരുന്നെങ്കിൽ, താങ്കളുടെ സ്വന്തം ശരീരത്തോട് കുറച്ച് ദയ കാണിച്ചിരുന്നെങ്കിൽ. കാരണം ഇങ്ങനെ എത്രമാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ വയസ്സായിട്ടുണ്ട്, മരണം അടുത്തിട്ടുണ്ട്, അപ്പോൾ താങ്കൾ ക്ഷീണിക്കും, കുറച്ച് ഇബാദത്തുകൾ കുറച്ചിരുന്നെങ്കിൽ എന്ന് ആളുകൾ ചോദിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖൈല ഇദാ ഉർസിലത്ത്, കുതിരയെ ഒരു വഴിക്ക് പറഞ്ഞയച്ചാൽ, പന്തയത്തിനോ മറ്റോ ഒക്കെ അതിന് പറഞ്ഞയച്ചാൽ, ഫഖാറബത് റഅസ മജ്റാഹ, അതിൻ്റെ ലക്ഷ്യത്തിനടുത്തെത്തിയാൽ, കുതിര ഓടിയിട്ടുള്ള മത്സരമായിരുന്നാലും അല്ലെങ്കിൽ യുദ്ധത്തിലായിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ട് കാലത്ത് പല ആവശ്യങ്ങളും കുതിരയെ പറഞ്ഞേക്കും. അപ്പോൾ ഈ കുതിര അതിൻ്റെ ലക്ഷ്യത്തിലെത്താറായാൽ അഖ്റജത് ജമീഅ മാ ഇൻദഹ, അതിൻ്റെ ശക്തി മുഴുവൻ പുറത്തെടുക്കും. അതിൻ്റെ ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും അത് ഏറ്റവും വേഗത്തിൽ ഓടുക. വല്ലദീ ബഖിയ മിൻ അജലി അഖല്ലു മിൻ ദാലിക്, എൻ്റെ ആയുസ്സിൽ ഇനി ബാക്കിയുള്ളത്, വയസ്സായിട്ടുണ്ട്, ഇനി ഈ കുതിര അതിൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള അത്ര പോലും ബാക്കിയില്ല, അതിനേക്കാൾ മരണത്തോട് ഞാൻ അടുത്തു കഴിഞ്ഞു. ഖാല, അങ്ങനെ ഈ കഥ പറയുന്ന റിപ്പോർട്ടർ പറയുകയാണ്, ഫലം യസൽ അലാ ദാലിക ഹത്താ മാത, അദ്ദേഹം മരിക്കുന്നത് വരെ അങ്ങനെയായിരുന്നു. മരിക്കാറാകും തോറും, ആയുസ് അടുക്കും തോറും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നല്ല ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആൾ ആയുസ് നീളുകയും അതിനനുസരിച്ച് അമലുകൾ നന്നാവുകയും ചെയ്യുന്നവനാണ്. ചിലർ നേരെ തിരിച്ചായിരിക്കും. അള്ളാഹു നമുക്ക് കാത്ത് രക്ഷിക്കട്ടെ. അത് ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടായിരിക്കും, ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ചെറുപ്പത്തിലൊക്കെ വളരെ ദീനിയായിട്ട് ജീവിക്കും, പിന്നെ പ്രായം ഏറും തോറും അവരുടെ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ഷർറായിട്ടുള്ളവൻ മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ആയുസ് ദീർഘിക്കുകയും അമൽ മോശമാവുകയും ചെയ്തവനാണ്. അപ്പോൾ ആയുസ് കൂടുന്നതിനനുസരിച്ച് ആയുസിനോട് അടുക്കുന്നതിനനുസരിച്ച്, പ്രായം കൂടുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.